നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഇടവകയിലെ മതപഠന ക്ലാസ് വളരെ ഊർജ്ജസ്വലതയോടെ നടക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം 40-ൽ പരം കുട്ടികൾ റെഗുലറായി വരുന്നുണ്ട്. അവർക്ക് ക്ലാസ് എടുക്കാനായി വോളണ്ടിയേഴ്സായി ടീച്ചേഴ്സും ഹെഡ് ടീച്ചറായി ജിമ്മിച്ചനുമുണ്ട്. നമ്മുടെ കുട്ടികളെ കൂടുതൽ ഇതിലേക്ക് പ്രോത്സാഹനം കൊടുക്കുവാനായി ഈ വർഷത്തെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഫുൾ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനായി ഹെഡ് ടീച്ചർ ജിമ്മിച്ചൻ ജോർജിനെ സ്റ്റേജിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ, അഭിമന്യ പിതാവേ, തറവാടിയിൽ നിന്ന് സ്വയം അഭിമാനിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു പണക്കാട്ടച്ച, ജോസഫ് അച്ച, ട്രസ്റ്റീസ്, കാറ്റഗിസം ടീച്ചേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ കാറ്റഗിസം ഇവിടെ മാസത്തിൽ 2 ഞായറാഴ്ചയാണ് നമുക്ക് നടക്കുന്നത്. 45 എന്ന് പറഞ്ഞത് നമുക്ക് ഏകദേശം 65-ൽ പരം കുട്ടികൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് അനുസരിച്ചുണ്ട്. പിന്നെ ഈ വർഷം പുതിയതായിട്ട് കുറേ കുട്ടികളൂടെ നമുക്ക് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റഗിസത്തിനോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ മിഷൻ ലീഗ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ സാവിയോ ഫ്രണ്ട്സ് നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ രൂപതയിൽ നിന്ന് നൽകുന്ന അല്ലെങ്കിൽ സിറോ മലബാർ സഭ നിർദ്ദേശിക്കുന്ന കാറ്റഗിസം ബുക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് DBS ചെയ്തിരിക്കുന്ന ടീച്ചേഴ്സാണ് നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് കാറ്റഗിസത്തിനെ കൂടെ ചെറുതായിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഇതുപോലെ വലിയൊരു ആഘോഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടവകയുടെ തിരുനാളോടനുബന്ധിച്ച് നടത്തിയത് ആദ്യമാണ്. അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പരീക്ഷയിൽ 1ും 2ും കിട്ടിയ കുട്ടികൾക്കും കാറ്റഗിസം എല്ലാ ദിവസവും വന്ന കുട്ടികൾക്കും സമ്മാനം കൊടുക്കുക എന്നുള്ളത്, പിതാവിൻ്റെ സാന്നിധ്യത്തിൽ കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു അവാർഡ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവാർഡ് നമ്മൾ ഉടനെ തന്നെ കൊടുക്കുകയാണ്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെ ജൂബിലിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കാറ്റഗിസത്തെ പ്രതികരിച്ചുകൊണ്ട് 1-2 വാക്ക് ഞാൻ ജസ്റ്റ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ വികാരിച്ച് നമ്മുടെ കാറ്റഗിസത്തിന് സപ്പോർട്ട് എത്ര മാത്രമാണെന്നുള്ളത്. അപ്പോൾ അച്ഛൻ നൽകുന്ന സ്നേഹത്തിന്, സഹകരണത്തിന് ഞങ്ങൾ അച്ഛന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. നമുക്കറിയാം ഓരോ കലോത്സവം വരുമ്പോഴും അച്ഛൻ ഓരോ ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടികൾ എങ്ങനെയാണ് ബൈബിൾ റീഡിങ്ങിന് മത്സരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അച്ഛൻ ഒത്തിരിയേറെ തിരക്കുണ്ട്. ഇടവകയുണ്ട്. ഇവിടെ അച്ഛൻ താമസിക്കുന്ന ഹള്ളിലാണ്. അപ്പോൾ ഇടവക അച്ഛന് അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പ്രാക്ടിക്കലി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അച്ഛൻ വരുമ്പോഴെല്ലാം നമുക്ക് കുർബാനയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോമിലിയുടെ സമയത്തെല്ലാം സ്റ്റുഡൻസിന് എല്ലാ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം ഒത്തിരിയേറെ സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ നിറഞ്ഞാണ് ഞങ്ങൾക്കറിയാം. സഭ ഒരു പിതാവ് ഒരു വൈദികാർത്ഥിയെ പ്രത്യേകമായിട്ട് വേർതിരിക്കപ്പെടുമ്പോൾ അത് വേർതിരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയാണ്. അച്ഛൻ്റെ ഭാവി ജീവിതം സഭയ്ക്കും സമൂഹത്തിനും ധാരാളം അനുഗ്രഹം ഉണ്ടാകുന്നതിന് ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ പോസ്റ്ററിലേക്ക് നോക്കിയപ്പോൾ എല്ലാ വിശുദ്ധന്മാരുടെ പോസ്റ്ററുകളാണ് ഇരിക്കുന്നത്. അവിടെ നമ്മുടെ സെന്റ് എഫ്രേമുണ്ട്, ഈശോയുടെയുണ്ട്, പിന്നെ തോമാസ് ലീഹായുടെ ഉണ്ട്, അൽഫോൻസാമയുടെ ഉണ്ട്, തൊട്ടു താഴെ പിതാവിൻ്റെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ അച്ഛൻ്റെ ഉണ്ട്. അങ്ങനെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരും വിശുദ്ധനായവരുമായ ഫോട്ടോയാണ്. എനിക്കറിയാം മാത്യു അച്ഛൻ്റെ ഫോട്ടോ നമ്മൾ വെച്ചിട്ടില്ല. അത് ജൂബിലിയാകുമ്പോൾ ഞങ്ങൾ വെച്ചോളാം, വിശുദ്ധനല്ലാത്തതുകൊണ്ടല്ല. അപ്പം എല്ലാ വിശുദ്ധരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരുമാണ് ഈ പോസ്റ്ററുള്ളത്. അപ്പോൾ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം ഒത്തിരി വിശുദ്ധിയുള്ളതും അനേകം ആത്മാക്കളെ സഭയ്ക്കും സമൂഹത്തിനും നേടാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങൾ കാറ്റഗിസം പഠിക്കുന്ന എല്ലാ ടീച്ചേഴ്സിൻ്റെ പേരിലും ഇവിടുത്തെ കുട്ടികളുടെ പേരിലും അച്ഛന് വേണ്ടി എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അച്ഛനെ ഈ ജൂബിലി അവസരത്തിൽ പ്രത്യേകം ഞങ്ങൾ നേരുകയാണ്. ദയവായിട്ട് കാറ്റഗിസം ടീച്ചേഴ്സ് ഇതിൻ്റെ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് വരും. നമ്മൾ ഈ സമ്മാനം കൊടുക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻസും നമുക്ക് വേണ്ടതാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സ് എല്ലാവരും ദയവായിട്ട് ഈ സ്റ്റേജിലേക്ക് ഒന്ന് കടന്നു വരിക. നമുക്ക് ക്ലാസ് ടീച്ചർ അനു സണ്ണീസിനാണ് ഇയർ 1-ൽ പഠിപ്പിക്കുന്നത്. ഇയർ 2-ൽ ഷിൻഡു ജെയിംസ്, ഇയർ 3-ൽ ആതിര ജിജോ, ഇയർ 4-ൽ ബിജി ഡൊമിനിക്, ഇയർ 5-ൽ റിക്സി റിജോ, ഇയർ 7 റോസ് ജിമിച്ചൻ. നമുക്ക് ഇയർ 8 ക്ലാസ് ഇല്ല, പിള്ളേരോട് നമ്മൾ വേറെ ചെയ്താണ് ക്ലാസ് ചെയ്യുന്നത്. ഇയർ 9-ൽ ജിയ രഞ്ജിത്ത്, ഇയർ 11-ൽ ഡൊമിനിക് സെബാസ്റ്റ്യൻ. ഞങ്ങൾ സ്റ്റേജിലേക്ക് നൽകാം. അത് ഇയർ 1-ലെ സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്ന ഇവാനിയ സണ്ണിച്ചൻ, സെക്കൻഡ് പ്രൈസ് മിഷേൽ മെൽവിൻ. Please come to the stage.
അതുപോലെ തന്നെ ആ ഇയർ ഗ്രൂപ്പിൽ നമുക്ക് 100% അറ്റൻഡൻസ് കിട്ടിയിട്ടില്ല. ഇവാനിയ സണ്ണിച്ചൻ. സെക്കൻഡ് പ്രൈസ് മിഷേൽ മെൽവിൻ. ഓക്കെ, അടുത്തത് ഇയർ 2 ആണ്. ക്ലാസ് ടീച്ചർ ഷിൻഡു ജെയിംസ് ആണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ജോഹാൻ ജോമോൻ. 2 ഫസ്റ്റ് പ്രൈസ് ആണുള്ളത്. അത് അടുത്ത ഫസ്റ്റ് പ്രൈസ് റിജിൽ മരിയ റിജോ. ഫുൾ അറ്റൻഡൻസ് കിട്ടിയിരിക്കുന്നത് ജോഹാൻ ജോമോൻ. അടുത്തത് ഇയർ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് പോകുന്നു കേട്ടോ, സോറി. ഇയർ 3 ആതിര ജിജു ആണ് ക്ലാസ് ടീച്ചർ. നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഇവാനിയ ജെറിൻ. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് റിലാൻ റിജോ. അറ്റൻഡൻസ് 100% കിട്ടിയിരിക്കുന്നത് ഇവാനിയ ജെറിൻ. അടുത്തത് ഇയർ 4 ആണ്. ക്ലാസ് ടീച്ചർ ബിജി ഡൊമിനിക്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ജുവാൽ ജോമോൻ. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഇവാനിയ ജോർജ്. അറ്റൻഡൻസ് 100% കിട്ടിയിരിക്കുന്നത് ജുവൽ ജോമോൻ. അടുത്തത് ഇയർ 5 ആണ്. ക്ലാസ് ടീച്ചർ റെക്സി റിജോ. ഫസ്റ്റ് പ്രൈസ് ജുവാൻ ജെറിൻ. സെക്കൻഡ് പ്രൈസ് ജെസ മരിയ ജിമ്മി. അവിടെ 100% അറ്റൻഡൻസ് ഇല്ല. ഇയർ 7 ക്ലാസ് ടീച്ചർ റോസ് ജിമിച്ചൻ. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അമേലിയ ആന്റണി. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഓസ്റ്റിൻ ജെറിൻ. അമേലിയ ആന്റണി ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ഓസ്റ്റിൻ ജെറിൻ. 100% അറ്റൻഡൻസ് ഇല്ല. പ്ലീസ് പെട്ടെന്ന് വരണേ. പ്ലീസ് കം ഫോർവേഡ്. നെക്സ്റ്റ് ഇയർ 9 ക്ലാസ് ടീച്ചർ ജിയ രഞ്ജിത്ത്. ഫസ്റ്റ് പ്രൈസ് ഫെലിക്സ് ജിമിച്ചൻ. സെക്കൻഡ് പ്രൈസ് ആലിസ്റ്റർ ജെറിൻ. ആ ക്ലാസ്സിലും 100% അറ്റൻഡൻസ് നമുക്കില്ല. അടുത്തത് ഇയർ 11 ക്ലാസ് ടീച്ചർ ഡൊമിനിക് സെബാസ്റ്റ്യൻ. ഈ വർഷം തൊട്ട് നമുക്ക് ഇയർ 12 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പ്രൈസ് ഡിവോണ ഡൊമിനിക്. സെക്കൻഡ് പ്രൈസ് ഒലിവിയ തോമസ്. 100% അറ്റൻഡൻസ് ഡിവോണ ഡൊമിനിക്. അടുത്ത ഒരു സർട്ടിഫിക്കറ്റ്സ് കൂടെ നമുക്ക് കൊടുക്കാനുള്ളത്. നമുക്ക് ഇയർ 10 പാസ്സായുള്ള സർട്ടിഫിക്കറ്റ് ആണ്. പെട്ടെന്ന് കൊടുക്കുകയാണെ. അലോണ ഫ്രാൻസിസ്, എയ്ഡൽ സണ്ണി, ജക്സ ജോബി, ഹന്ന ജനു, മെർലിൻ സെബാസ്റ്റ്യൻ, ഒലിവിയ തോമസ്, ഡിവോണ ഡൊമിനിക്, മന്ന ജോസഫ്, ജസ്ലിൻ ഫെർണാണ്ടോ. പ്ലീസ് ഇയർ 10 പാസ്സായ കുട്ടികൾ, കഴിഞ്ഞ 10 വർഷം പാസ്സായ കുട്ടികളാണത്. അവരുടെ സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ കൊടുക്കുകയാണ്. അലോണ ഫ്രാൻസിസ്, ആഡൽ സുനിൽ, ഗക്സ ജോബി, ഹന്ന ജനു, മെർവിൻ സെബാസ്റ്റ്യൻ, ഒലിവിയ തോമസ്, ഡിവോണ ഡൊമിനിക്, മന്ന ജോസഫ്, ജസ്ലിൻ ഫെർണാണ്ടോ. Thank you very much.
Thank